ബോണറ്റ് തുറക്കുന്ന എങ്ങനെ? ബോണറ്റ് ഓക്കെ. ആ പെട്ടെന്ന് സാധനം കണ്ടില്ല. സീറ്റ്സ് ഊരാൻ പറ്റുമോ ഇതിൻ്റെ? ഓക്കെ. അങ്ങോട്ട് പൊക്കി വെക്കാം, മൊത്തത്തിൽ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അവിടെ നിന്നിട്ട് ഡിക്കി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കിത് ഫുള്ളി നമുക്ക് അങ്ങോട്ട് ഫുള്ളി മൂവ് ചെയ്താൽ നമുക്കൊരു 625 ലിറ്റർ ഇത് ഫുള്ളി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 625 ലിറ്റർ വരെ സ്പേസ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമുക്ക് അല്ലാതാകുമ്പോൾ 84 വരെ ഇത് കിട്ടും. അതായത് ഒരു സീറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു കുറച്ച് സാധനങ്ങൾ മാത്രമായിട്ട് നമുക്ക് അല്ലാതെയും ചെയ്യാൻ പറ്റും. ഓക്കെ ശരി ശരി. ജസ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്ത് മാറ്റാം അല്ലേ? നമുക്കൊരു സീറ്റ് തന്നെ അവിടെ വരും. കറി ഇത് ട്രൈബർ എന്നല്ലേ എൻ്റെ പേര്? അതെ. ഓക്കെ. ഇതിൻ്റെ വേരിയൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഒരു മാനുവലി വരുമ്പോഴത്തേക്ക് 4 വേരിയൻസ് ആണ് വരുന്നത്. RXE മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. വില വരുമ്പോഴത്തേക്ക് നമുക്ക് 599 വണ്ടി വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് എക്സ്ഷോറൂം അതെ. ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 730 വരും ഓൺ റോഡ്. നമുക്ക് 4 വേരിയൻ്റ് ആണ് മാനുവലി വരുന്നതും. ഓട്ടോമാറ്റിക്കലി ടോപ്പ് 2 വേരിയൻറ്റ് RSTയും RSZ എന്നുള്ള വേരിയൻറ്റിനകത്താണ് നമുക്ക് ഈ പറയുന്ന ഓട്ടോമാറ്റിക് വരുന്നത്. AMD ആണ് വരുന്നത്. അത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 978 മുതൽ ഓൺ റോഡ് പ്രൈസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ടോപ്പ് 2 വേരിയൻറ്റ് എന്ന് വെച്ചാൽ റിവേഴ്സ് ക്യാം ടച്ച് സ്ക്രീൻ ഒക്കെ ഉള്ള തൊട്ടാണ് നമുക്ക് AMD സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമലി നമുക്ക് ഈ പറയുന്ന മാനുവലി നമുക്കൊരു 5 സീറ്റർ എടുക്കുന്നതിന് അതിൻ്റെ ഒരു വില ഇതിനകത്ത് വരുന്നുള്ളൂ. കാരണം 599 വണ്ടി വില. അപ്പോൾ 5 സീറ്റ് എടുക്കുന്ന വണ്ടിയുടെ ആ വില നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലാതെ 7 സീറ്റായിട്ട് ഉപയോഗിക്കാം, 6 ആയിട്ട് ഉപയോഗിക്കാം, 5 ആയിട്ട് എങ്ങനെയും ഉപയോഗിക്കാം. ഇളകി മാറ്റാൻ പറ്റും. അതെ അതെ. ബാക്കിലെ സർവീസ് നേരത്തെ ഇതാക്കിയതിനൊക്കെ തന്നെ നമുക്ക് ചെയ്തിട്ടാക്കാം. ഇപ്പം നമ്മൾ ഓടിക്കുന്ന AMD ഉള്ള വേരിയൻ്റ് അല്ലേ? ഓക്കെ. ഇപ്പം
ഇതിൻ്റെ ഒരു പ്രൈസ് ഒക്കെ എങ്ങനെ വരും? ഇതിൻ്റെ ഇപ്പോൾ നേരത്തെ പറയുന്നത് ഇതിനകത്ത് ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്കൊരു 10 വരുന്നുണ്ട്, നമുക്ക് 1050 വരുന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞ ടോപ്പ് വേരിയൻ്റ് വരുമ്പോഴത്തേക്ക്. ഓക്കെ. അതിൻ്റെ താഴത്തെ വേരിയൻ്റ് നമുക്ക് AMD വരുന്നുണ്ട്. അതാണ് ഒരു 978 ഓൺ റോഡ് പ്രൈസ് ആണ് പറയുന്നത്. വണ്ടി വില വരുമ്പോഴത്തേക്ക് 8,12,00,000 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വണ്ടി വില. ഓക്കെ. നിങ്ങളുടേതായിട്ടുള്ള ഓഫേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും? ഓഫേഴ്സ് നമുക്കിപ്പോൾ നോർമലി നല്ലൊരു ഓഫേഴ്സ് നമുക്കിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് ടോപ്പ് വേരിയൻ്റ് ഒക്കെ നോർമലി തന്നെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഒരു 15,000 മുതൽ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് കോർപ്പറേറ്റ് ഓഫർ നമുക്ക് വരുന്നുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, പിന്നെ ടീച്ചേഴ്സിന്, അങ്ങനെയുള്ള കാറ്റഗറി നമുക്ക് വരുന്നുണ്ട്. ഒരു 4,000 മുതൽ 8,000 വരെ വരുന്നുണ്ട് നമുക്ക് കോർപ്പറേറ്റ് ഓഫർ. അത് കൂടാതെ പിന്നെ നമുക്ക് വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോയൽറ്റി ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ തന്നെ വണ്ടി ഉള്ളവർക്ക് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അതെ, കിട്ടിൽ നിന്ന് ഡ്രൈവറിലേക്ക് വരിക, അപ്പൊ നമുക്ക് ലോയൽറ്റി ഓഫർ വരുന്നതും. ഡസ്റ്ററിന്റെ ഓണേഴ്സിന് നമുക്ക് ലോയൽറ്റി ഓഫേഴ്സ് കിട്ടുന്നു. ലോയൽറ്റി ഓഫേഴ്സ് അല്ല, നമ്മുടെ വണ്ടി ഉള്ളവർക്ക് എല്ലാവർക്കും അതെ. അപ്പോൾ അടുത്തപ്പോൾ മാറുമ്പോൾ സ്വാപ്പിയർക്കി എന്ന് പറയും. കിഡിലേക്ക് ലോയൽറ്റി എന്ന് പറയുമ്പോൾ ഒരു 10,000 വരുന്നത് കൂടാതെ സ്വാപ്പിയർക്കി എന്ന് വെച്ചാൽ കിഡിൽ നിന്ന് ഒരു ഡ്രൈവറിലേക്ക് വരുന്നത്, അപ്പോൾ വീണ്ടും ഒരു 10,000 കൂടെ കിട്ടും. കൂടാതെ എക്സ്ചേഞ്ച് ഓഫർ, പിന്നെ അത് കൂടാതെ നമുക്ക് 3 വർഷത്തെ വാറണ്ടി, 3 വർഷത്തെ RSA, 3 വർഷത്തെ AMC പാക്കേജും നമ്മളത് ഓഫർ വരുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ ഓഫേഴ്സ് നമുക്ക് കൂടുതലായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് ഓണത്തിനായാലും നമ്മളിപ്പോൾ ഇത് ഈ മാസമായാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓണമാസമായതുകൊണ്ട് വന്നിട്ട് തന്നെ ഇത് കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ടച്ച് ഇത് ഡിസ്പ്ലേ ഒക്കെ പുതിയതായിട്ട് വന്നതല്ലേ? അതെ, ഇതൊക്കെ ഇതായിട്ട് ഇപ്പം പുതിയ ഇതായിട്ട് വന്നത് 2027 വന്നതാണ്. ടെസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു. നമുക്ക് ക്ലസ്റ്ററിന്റെ ഇതാക്കിയാണ് നമുക്ക് മാറ്റി വന്നത്. വയർലെസ് ചാർജർ പുതുതായിട്ട് വന്നതാണ്. പിന്നെ ആംറസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രിക്കലി ഫോൾഡ് ഔട്ട് മിറേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് 27 നമുക്ക് പുതിയതായിട്ട് വന്നത്. ഇത് കൈഗറിലൊക്കെ ഉള്ള അതേ ഡിസ്പ്ലേ തന്നെ. ഇതിന്റെ എഞ്ചിൻ 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ എഞ്ചിനാണ്. 72 PS പവറിലാണ് വണ്ടി വരുന്നത്. ടർബോ വേരിയന്റ് ഉണ്ടോ? ടർബോ വേരിയന്റ് നമുക്ക് നിലവിലില്ല. ഇതിനില്ല. ഓക്കെ. കൈഗറിലാണ് നമുക്ക് ടർബോ വരുന്നത്. ഓക്കെ. ഇത് കൈഗറിന് സെയിം 1 ലിറ്റർ എഞ്ചിൻ ആണ്. അതെ, 1 ലിറ്റർ എഞ്ചിൻ സെയിം. സെയിം വണ്ടിയല്ലേ? പഴയ വേർഷൻ. ഓക്കെ. 1 ലിറ്റർ എഞ്ചിൻ എന്ത് മൈലേജ് ഒക്കെ കിട്ടും? നമുക്ക് 19 ആണ്. നിങ്ങളുടെ ക്ലെയിംഡാണ്. കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് സിറ്റിയിൽ കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് നോർമലി പറയുമ്പോഴത്തേക്ക് സിറ്റിയിലൊക്കെ ആകുമ്പോൾ ഉപയോഗിക്കുന്ന രീതികൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു 17 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നോർമലി. ഹൈവേസ് കുറച്ചുകൂടെ കിട്ടുമല്ലേ? അതെ, ഹൈവേസ് നമുക്ക് 19 വരെ കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. ഇപ്പം AMTക്കും മറ്റേ സെയിം മൈലേജ് ആണോ? അല്ല, സെയിം. അങ്ങനെ വ്യത്യാസം വരുന്നില്ല. ഇല്ല, മാനുവൽ ഓട്ടോമാറ്റിക്. അതെ. ഇത് അല്ലാതെ ഷിഫ്റ്റ് ചെയ്യാല്ലേ? പ്ലസ് മൈനസ് ഉപയോഗിക്കാം. AMTക്ക് ഇത്ര 5 സ്പീഡ് അങ്ങനെ ഉണ്ടോ? 5 സ്പീഡ്. ഓക്കെ. നോർമലി ഡൗൺ ആയിക്കോളും. ഓക്കെ. തന്നെ അപ് ഷിഫ്റ്റ് ചെയ്യോ? ഇല്ല, മോഡോട്ട് നമ്മൾ തന്നെ അല്ല തന്നെ ചെയ്യും.